നമ്മളൊരു ലോങ് വീഡിയോ ഒക്കെ കണ്ടിട്ട് കുറച്ചധികമായി. എന്റെ മടി കാരണമാണ് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാത്തത്. അപ്പൊ ഇന്ന് ഞാൻ ചെറിയൊരു ഷോപ്പിങ്ങിന് പോവാണ്. എന്റെ ഔട്ട്ഫിറ്റ് വരുന്നത് ഞാനും ഉമ്മയും കൂടിയിട്ടാണ് പോകുന്നത്. വീഡിയോ എടുത്തിട്ട് വോയിസ് ഓവർ കൊടുക്കാന്ന് പറഞ്ഞത് ഭയങ്കര മടിയുള്ള ഒരു കാര്യം. പിന്നെ ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും ഇടാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് ജേർണൽ സപ്ലൈസിന്റെ പർച്ചേസിംഗിന് വേണ്ടിയിട്ടാണ് ഇന്നീ പോണത്. അപ്പൊ വേറെ എടുക്കല്ല, കുന്നംകുളത്തുള്ള എമറാൾഡ് എന്ന് പറഞ്ഞ ഷോപ്പിലേക്കാണ് ഞാൻ പോയത്. ആദ്യം വഴിയൊക്കെ തെറ്റെങ്കിലും രണ്ടാമത് ഞങ്ങൾ വഴിയൊക്കെ ഗൂഗിളിനോട് ചോദിച്ചിട്ടാണ് കണ്ടുപിടിച്ചത്. ഫൈനലി നമ്മൾ ഷോപ്പൊക്കെ കണ്ടുപിടിച്ചിട്ട് അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഏകദേശം ഞാനൊരു 2 years ആയിട്ടുണ്ടാവും ഈ ഷോപ്പിലേക്ക് വന്നത്. ഞാൻ ആദ്യം കാണിച്ച ജേർണൽ ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്റെ മുന്നത്തെ വീഡിയോസ് കണ്ടവർക്കറിയാം, ഞാൻ മുന്നേ ജേർണൽ ചെയ്തിരുന്നു. പക്ഷേ ആ ജേർണൽ ചെയ്ത ബുക്കിൽ ഞാനിപ്പോ മൊത്തം ഓരോന്നൊക്കെ വരച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ പുതിയ ജേർണൽ ചെയ്യാന്നുള്ള ഒരു പ്ലാൻ മനസ്സിൽ വന്നത്. പിന്നെ നമ്മുടെ എമറാൾഡിന്റെ ലൊക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. കുന്നംകുളത്ത് നിന്ന് തിരിച്ചു വരുമ്പോൾ ഇരുട്ടായില്ലെങ്കിലും ഞങ്ങൾ വീട്ടിൽ എത്താനാകുമ്പോൾ നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും രാത്രിയായി. അപ്പൊ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോവാന്ന് വിചാരിച്ചു. ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ കയറിയത് നമ്മളെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ക്യാമ്പിംഗ് കഫേയിലാണ്. എനിക്കൊരു ഷവായി മന്തി മൊജിറ്റോ, മാംഗോ ജ്യൂസും ബ്രോസ്റ്റഡും ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഇടക്കിടക്ക് വരാറുള്ള ഒരു ഫുഡ് സ്പോട്ട് തന്നെയാണ്. ഇനിയിപ്പോ അവിടേക്ക് പോയി കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിലേക്ക് ഓർഡർ ചെയ്യാറാണ് പതിവ്. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തുമ്പോഴത്തേന് ഒരു നേരമായി ഉണ്ടായിരുന്നു. ഇനി ഞാൻ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ കാണണ്ടേ. ഈ ഒരു വീഡിയോ ഞാൻ എടുത്തത് ഞാൻ ഷോപ്പിങ്ങിന് പോയതിന്റെ പിറ്റേ ദിവസം. ഷോപ്പിംഗ് എന്നൊക്കെ കേട്ടപ്പോ വലിയ ഷോപ്പിംഗ് ആണെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ലേ, പക്ഷെ അധികമൊന്നുമില്ല. അപ്പൊ ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് നമ്മുടെ വാഷി ടാപ്സ് ആണ്. പിന്നെ ഞാൻ ജേർണൽ ആദ്യം തുറന്നപ്പോ എനിക്ക് കുറച്ച് സങ്കടം ഉണ്ടായിരുന്നു. സംഭവം ഇതിന്റെ കവർ പേജും സെറ്റപ്പ് ഒക്കെ അടിപൊളി തന്നെയാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് വരല്ലാത്ത പേജ് ഇരുന്നടാ. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി ഇതിൽ തന്നെ ഞാൻ ജേർണൽ ചെയ്യും. പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ ഈ കവർ പേജ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് കുറച്ച് സ്റ്റിക്കേഴ്സ് ആണ്. സ്റ്റിക്കേഴ്സ് അധികം ഞാൻ പ്രിന്റ് എടുക്കാറാണ് ചെയ്യാറ്. അതായത് നമ്മുടെ പിൻട്രസ്റ്റിൽ നിന്ന് കുറച്ച് സ്റ്റിക്കേഴ്സ് ഡൗൺലോഡ് ചെയ്യും. പിന്നെ നമ്മൾ ക്യാൻവയിൽ ഇട്ടിട്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് A3 പ്രിന്റ് എടുക്കും. അതാകുമ്പോൾ നമുക്ക് വേണ്ട സ്റ്റിക്കേഴ്സും കിട്ടും, അധികം പൈസയും ചെലവാകും. അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, നമുക്ക് ഇൻഷാല്ലാ. പിന്നെ മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റം ആണ് ഈ സ്റ്റിക്കി നോട്ട്സ്. അത് എന്തിനാന്ന് ചോദിച്ചാൽ എന്തിനാന്ന് അറിയില്ല, വെറുതെ കണ്ടപ്പോൾ ഒരു രസത്തിന് മേടിച്ചു. പിന്നെ ക്യൂട്ട് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ ഓൺലൈനിൽ കുറെ കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ, മീഷോ, പിന്നെ നമ്മുടെ ഡൈക്കട്ട് മാർട്സിന്റെ വെബ്സൈറ്റിലും കുറെ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ഓൺലൈനിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് അത് വരുന്ന വരെ കാത്തിരിക്കാനുള്ള ക്ഷമ അത് എനിക്കില്ല. അപ്പൊ ഇപ്രാവശ്യം എന്തായാലും ആകെ ഇത്രയും സാധനങ്ങളെ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഞാൻ പ്രിന്റ് എടുക്കാൻ കൊടുത്തിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞ ജേർണലിന്റെ വീഡിയോ എന്തായാലും ഈ ബോട്ടിലുള്ള കാരണം വെള്ളം കുറെ കുടിക്കുന്നു ഞാൻ വിചാരിച്ചു. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇതിനൊരു അനക്കും ഇല്ല. അത് മാത്രല്ല ഈ ടേബിളിന്റെ അവസ്ഥ ഇങ്ങനെ ഇരുന്നില്ല. ഇതായിരുന്നു ഈ ടേബിളിന്റെ കോലം. പറഞ്ഞാൽ ഈ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ക്ലീൻ ആക്കി. ഞാൻ ഈ വ്ളോഗിൽ തന്നെ നമ്മുടെ ജേർണൽ ചെയ്യുന്നത് ആഡ് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ എന്റെ പ്രിന്റ് ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ഇവിടെയൊക്കെ കുറച്ചുകൂടി അറേഞ്ച് ചെയ്ത് എടുക്കാണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ ചെറിയൊരു ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോ എവിടെ പോയെന്ന് ചോദിച്ചാൽ ഇവിടെ ഇത് ഞാൻ മീഷോന്ന് മേടിച്ച ഒരു ആർട്ടിഫിഷ്യൽ ലീവ്സ് ആണ്. ആ കുഞ്ഞു ലൈറ്റ്സിന്റെ കൂടെ ഞാൻ ഈ ഒരു ലീഫ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആ ചുമരിന്റെ സൈഡിലായിട്ടാണ് ഈ ലീവ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ലൈറ്റിന്റെ കൂടെ ഇതും കൂടി ആഡ് ചെയ്തപ്പോ എനിക്ക് പറക്കുന്തളികയിലെ ബസ് വരുന്നതാണ് ഓർമ്മ വന്നത്. അത്രക്കൊക്കെ ഉണ്ടോ വെച്ചാൽ കുറച്ച് ഈ ലൈറ്റ്സ് ലീവ്സ് ഒക്കെ സെപ്പറേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ലീവ്സ് ചുമരിൽ വെച്ച സമയത്ത് വൻ അലമ്പായിരുന്നു. പിന്നെ അതൊക്കെ പതുക്കെ ഞാൻ മാറ്റിയെടുത്ത്. അപ്പൊ അതിന്റെ ലാസ്റ്റ് ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഈ ഏരിയ ഒന്നുകൂടി ആസ്തറ്റിക് ആക്കണം നല്ല ആഗ്രഹം. പക്ഷെ എന്ത് ചെയ്യാനാ, ഈ ചുമര് പെയിന്റ് അടിക്കാനും കൂടി പറ്റാത്ത അവസ്ഥ. കാരണം നിങ്ങൾ ആദ്യം തന്നെ കണ്ടിട്ടുണ്ടാവും, നമ്മൾ വില്ലയിലാണ് താമസിക്കുന്നത്. ഇൻഷാല്ലാ നമ്മുടെ ഓൺ വീടായി കഴിഞ്ഞാൽ എന്തായാലും അതൊക്കെ സെറ്റ് ചെയ്ത്. അപ്പൊ ജേർണലിന്റെ വീഡിയോ ആയിട്ട് നാളെ വരാം. ഓക്കെ, ബൈ.